ശരി ശരി. ആ ഓക്കെ. എന്ത് ചെയ്യും ഒതളങ്ങ? ഒതളങ്ങ ഇത് നല്ലൊരു വിഷക്കായാണ്. പണ്ടുള്ള ആൾക്കാര് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം ആരും ഉപയോഗിക്കാറില്ല. ബിക്കോസ് ഇപ്പം അത് കഴിച്ചാൽ ആരും മരിക്കില്ല. ഇവിടെ എന്തെങ്കിലും പറഞ്ഞു. എങ്ങോട്ടായി പോകുന്നത്? നമ്മള് നേരെ പാടത്തോട്ടാണ് പോണത്. പാടം മുഴുവൻ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് പോകാൻ നല്ലതാണ്. ആമ്പലും എല്ലാം കാണുമോ? ഇപ്പൊ ആമ്പലായി തുടങ്ങിയില്ല. വെള്ളം ഇപ്പൊ അങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ആമ്പല് വിരിയും. ഒന്ന് തല കുനിച്ചോളൂ. അവിടെ ഇതുണ്ട്, ചെടിയുണ്ട്. കൊള്ളാം. എനിക്ക് വെള്ളം തുഴയുമ്പോൾ നമ്മൾ പുറകെ ഇരുന്നുകൊണ്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ പുറകെ ഇരുന്നിട്ട് നമ്മൾ വലത് വശത്ത് ഇങ്ങനെ തുഴയുവാണെങ്കിൽ മുമ്പ് വശം ഇടത് വശത്തോട്ട് പോകും. നമ്മൾ ഇടത് വശത്തായിട്ട് തുഴയുന്നെങ്കിൽ മുമ്പ് വശം വലത് വശത്തോട്ട് പോകും. ഇനി രണ്ട് വശത്തും കൃത്യമായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു 4 പ്രാവശ്യം ചെയ്തു, അതുപോലെ തന്നെ ഇവിടെ ഒരു 4 പ്രാവശ്യം തുഴയുവാണെന്നുണ്ടെങ്കിൽ വെള്ളം നേരെ ഫ്രണ്ടിലേക്കായിരിക്കും പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ വെള്ളം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് വെള്ളം നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറകോട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇനി നമുക്ക് വെള്ളം വട്ടത്തിൽ കറങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ സ്ഥലത്ത് ഇങ്ങനെ വെള്ളം നേരെ മുമ്പോട്ടല്ല സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്ക്. നമ്മൾ കുമരകത്തിൻ്റെ അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ കുമരകത്ത് കാണുന്ന പക്ഷികളെയൊക്കെ നമുക്ക് കുറേയൊക്കെ ഇവിടെയെല്ലാം കാണാൻ പറ്റും. ഇതെല്ലാം ദേശാടന പക്ഷികളാണ്. അതിൻ്റെ പേര് ഈ പെലിക്കൻ പക്ഷികളൊക്കെ ഇവിടെ വരും. കൊക്കിൻ്റെ വിഭാഗത്തിൽപ്പെട്ട പക്ഷികളൊക്കെ ഇവിടെ വരും. ഇത് കൊക്കിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഇരണ്ടയുടെയൊക്കെ വിഭാഗത്തിൽപ്പെട്ട പക്ഷിയാണ് ഇത്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വട്ടത്തിൽ കറങ്ങുകയാണ് ചെയ്യുന്നത്. ഒരേ വശത്ത് തന്നെ നമ്മൾ ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരുന്നാൽ വെള്ളം വട്ടത്തിൽ കറങ്ങും. ഇത് നമ്മൾ നേരെയാണ് പോകുന്നതെങ്കിൽ എങ്ങോട്ടാ പോകണ്ടേ? നമുക്ക് ആ പക്ഷി പോയ വശത്ത് തന്നെ പോകാം. അത് വെള്ളത്തിൽ കാണാം. മഴ പെയ്യുന്നുണ്ട്. ഇതൊരു അപ്പർ കുട്ടനാടാണ്. അയ്മനം എന്ന് പറയുന്ന സ്ഥലം അപ്പർ കുട്ടനാടാണ്. കുമരകത്തിൻ്റെ അടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇത് ടൂറിസ്റ്റ് വില്ലേജായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കുറേ ഭാഗം ഓൾറെഡി ടൂറിസ്റ്റ് വില്ലേജ് ആയിട്ടുണ്ട്. അവിടെ ഈ വള്ളത്തെ പോവുക, അതുപോലെ തന്നെ ഈ പാടങ്ങൾക്കിടയിൽ കൂടെയുള്ള സഞ്ചാരം, സൈക്കിൾ ചവിട്ടുക, പിന്നെ ഈ ഓരോ സ്ഥലത്തും വള്ളത്തെ കൊണ്ടുപോയിട്ട് ഓരോ സ്റ്റോപ്പിലും ഈ വില്ലേജിലേക്ക് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നവർ, പാ നെയ്യുന്നവർ, അതുപോലെ ഓല മെടയുന്നവർ, അങ്ങനെ ഓരോ വീടുകളിലുള്ള തൊഴിൽ വ്യവസായങ്ങളൊക്കെ കാണിച്ചു തരുന്ന രീതിയിൽ ശിങ്കാരമേളം, അങ്ങനെ പിന്നെ അമ്പലങ്ങൾ, ഇവിടെ പാണ്ഡവന്മാർ നേരിട്ട് പണിതെന്ന് വിശ്വസിക്കുന്ന അമ്പലങ്ങളൊക്കെ ഉണ്ട്. പാണ്ഡവം എന്നുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ പ്രദേശം കൂടെ ഇങ്ങനെ ടൂറിസ്റ്റ് വില്ലേജിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് വന്ന് കാണാൻ പറ്റുന്ന ഒരു രീതിയിൽ ഈ പ്രദേശങ്ങളെല്ലാം മാറുന്നതായിരിക്കും. വെള്ളം പോകുന്ന മാത്രമാണ് ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ പാടങ്ങളൊക്കെ നികത്തി വരുന്നതുകൊണ്ട് എല്ലായിടത്തും പെട്ടെന്ന് വെള്ളം പോകും. വീടുകൾക്കകത്തൊക്കെ വെള്ളം കയറുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ട്. അതിനെന്തെങ്കിലും ടൂറിസ്റ്റ് വില്ലേജ് ആക്കുന്ന സമയത്ത് ഗവൺമെൻറ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കണ്ട ആ ഒരു പക്ഷിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അത് പായലിൻ്റെ മേളിൽ കയറി നിൽക്കുന്നു. കാണാൻ പറ്റുമോ? പക്ഷേ അങ്ങോട്ട് പോയാലോ? പുറകോട്ട് വെള്ളം എടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ ബാക്കിലേക്ക് തുഴഞ്ഞാൽ മതി. കൊക്ക് ഇതാണ് റിവേഴ്സ് ഗിയർ. രണ്ട് വശത്തെയും കൊടുത്തു നേരെ പുറകിലേക്ക് പോകും. പിന്നെ ഇതുപോലെ വലിയ പാടത്ത് തുഴയുമ്പോൾ നമുക്കൊന്നും പേടിക്കാനില്ല. പാമ്പിനെ നോക്കണം. ചിലപ്പോൾ നീർക്കോലിയൊക്കെ വന്നിട്ട് നമുക്ക് വള്ളത്തിലേക്ക് ചാടും. പക്ഷേ ഈ വെള്ളത്തിൽ കിടക്കുന്ന പാമ്പിനെ അധികം പേടിക്കാനില്ല. അത് അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഈ കാണുന്ന സർപ്പക്കാവാണ്.
ഇവിടെ സർപ്പക്കാവുകളും വില്ലേജാണ്, സർപ്പക്കാവുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കാക്കുന്ന ആൾക്കാരെ കാക്കുന്ന ആ വീട്ടിലുള്ളവരെ കാക്കുന്നതെന്ന് വിശ്വസിക്കുന്നതാണ്. ഇതെല്ലാം പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് മെയിനായിട്ട്. ചുഴി വരുന്നതുണ്ടോ? ചുഴി. ഈ ഒരു ഫോഴ്സാണ് വലിയ ചുഴി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരു ഫോഴ്സ് തന്നെയാണ് നമ്മൾ വെള്ളത്തിൽ കൊടുക്കുന്ന ഫോഴ്സ്. മഴ പെയ്യുന്നുണ്ട്. ഞങ്ങൾ വില്ലേജിലുള്ളവർക്ക് മഴയൊന്നും പ്രശ്നമില്ല, അങ്ങനെയൊന്നും പനി പിടിക്കത്തില്ല. ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം മഴ പെയ്യുന്ന സമയമായതുകൊണ്ടാണ് ഇതിങ്ങനെ നല്ലതുപോലെ കലങ്ങി കിടക്കുന്നത്. പക്ഷേ ഈ ബാക്ടീരിയയും വൈറസും ഒക്കെ ആയിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ഇവിടെയുള്ളവർക്കൊന്നും അങ്ങനെ പെട്ടെന്ന് പനിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. നമ്മൾ വെയിലത്തും മഴയത്തും ഒന്നും അങ്ങനെ അധികം കുട യൂസ് ചെയ്യാത്ത ആൾക്കാരാണ് ഇവിടെയുള്ളവർ. അപ്പം മാറ്റം വരുന്നുണ്ട്. ഇവിടെയുള്ള ആൾക്കാർക്ക് ഈ വീടുകൾ അധികം ഇല്ല. ഇങ്ങനെ നോക്കിയാൽ കാണാം, വീടുകളൊന്നും അധികം ഇല്ല. ഒരു 10 വീട് കാണും. പിന്നെ ഇങ്ങോട്ട് പാടങ്ങളും ഇതൊക്കെയാണ്. ഇതിൻ്റെ അടുത്തുള്ള സ്ഥലത്തിൻ്റെ പേര് 4000 എന്നാണ്. അത് 4000 ഏക്കർ പാടം ഉള്ളത് കൊണ്ടാണ്. പിന്നത്തെ സ്ഥലത്തിൻ്റെ പേര് 900 എന്നാണ്. 900 ഏക്കർ പാടം ഉള്ളതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് കുമരകമാണ്. അപ്പോൾ പാടങ്ങളാണ് കൂടുതൽ. അപ്പം ഒരു 10 വീട് കാണും. പിന്നെ കുറേ സ്ഥലങ്ങളിലേക്ക് ഒന്നും കാണുകയില്ല. ഈ കൃഷികളും പാടങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു 10 വീട് കാണും. പക്ഷേ ഈ ആൾക്കാർ തമ്മിൽ ഭയങ്കര യൂണിറ്റിയാണ്. ഒന്നും അറിയണ്ട. ഒരു കല്യാണവും മരണവും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ അയലക്കത്തുള്ള വീട്ടുകാർ തന്നെ എല്ലാം നോക്കിക്കോളും. പിന്നെ ഒരു കള്ളനും ഒരു വീട്ടിലും കയറുകയില്ല. വാതിൽ തുറന്നിട്ടിട്ട് നമുക്ക് രാത്രി ഇരിക്കാം, ആരും കയറുകയില്ല. കാരണം ഒരു ചെറിയ അനക്കം കണ്ടാൽ ഈ 10 വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കും. ഒരു കുഞ്ഞ് ഒരു വീട്ടിലേക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന കണ്ട, എവിടെയെല്ലാം വെള്ളം ആയതുകൊണ്ട് പ്രത്യേകിച്ചും വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്, ഈ 10 വീട്ടുകാരും അത് സ്വന്തം കുഞ്ഞിനെ നോക്കുന്ന പോലെ തന്നെ അവർ ശ്രദ്ധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സെക്യൂറാണ്. ഈ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ടൗണിലുള്ള അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ ഉണ്ടാകാറില്ല. ആൾക്കാർ ആത്മഹത്യാ നിരക്കൊക്കെ വളരെ കുറവാണ് വില്ലേജിൽ. കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും. ഒരു പൈസയുടെ പ്രശ്നം വന്നാലും അങ്ങനെ എന്ത് വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഹെൽപ്പ് ചെയ്യും. ടൗണിലുള്ളതുപോലെയല്ല, ഭയങ്കര യൂണിറ്റിയാണ്. കാരണം കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ആ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു വീട്ടിൽ കുറേ കൃഷി ഉണ്ടാവും, മറ്റേ വീട്ടിൽ വേറെ കുറേ കൃഷി ഉണ്ടാവുക. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൊടുക്കും. അപ്പോൾ എല്ലാ സാധനങ്ങളും എപ്പോഴും എല്ലാ വീടുകളിലും അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയൊക്കെ സീസണാണ്. അപ്പം അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിനായിട്ട് എല്ലാവരും അവൈലബിൾ ആയിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. ചക്കയുള്ള സമയത്ത് ചക്കപ്പുഴുക്ക്, ചക്ക വറുത്തത്, മാങ്ങ, മാമ്പഴ പുളിശ്ശേരി, ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള കഴിക്കുന്ന അത്യാവശ്യം എല്ലാ വൈറ്റമിൻസും മിനറൽസും ഒക്കെ അതിൽ നിന്ന് എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ വൈറ്റമിൻസിൻ്റെ മൾട്ടി വൈറ്റമിൻസ് കഴിക്കേണ്ട ആവശ്യമൊന്നും ഇവിടുത്തെ ഒരു കുട്ടികൾക്കും വരാറില്ല. പിന്നെ ടൗണിലേക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകണമെങ്കിൽ നല്ല നടപ്പുണ്ട്. ഒന്നെങ്കിൽ വളർത്ത പോകണം, അല്ലെങ്കിൽ നടന്നു പോകണം. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ജിമ്മിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല, സൈക്കിളിൽ പോകണം. അപ്പോൾ എല്ലാ സമയത്തും ജിമ്മിൽ പോകണ എഫക്റ്റാണ് ഇവിടെ ഉള്ളവർക്ക്. പിന്നെ ഈ വെള്ളം തുഴയുന്നത് തന്നെ നല്ലൊരു എക്സസൈസാണ്. ഇത് നല്ല അത്യാവശ്യം അധ്വാനം വേണ്ട കാര്യമാണ്. 2 കൈയിൽ മാറി മാറി തുഴയുന്നത് കൊണ്ട് തന്നെ നല്ല അത്യാവശ്യം ആരോഗ്യം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എത്ര പ്രായമുള്ളവരാണെങ്കിലും ഇവിടെ വെള്ളം തുഴയാൻ അറിയായിരിക്കും, നീന്തൽ അറിയായിരിക്കും. എവിടെയോ പോന്നു. സ്റ്റോപ്പേ നിൽക്കുന്നു എല്ലാവരും. അയ്യോ, കീടാണുക്കൾ. ഇത് കണ്ടൽ കാടുകളാണ്, കണ്ടൽ കാടുകൾ. ഇതൊക്കെ ഇങ്ങനെയുള്ള മരങ്ങളാണ് ഈ ചിറ ഇടിഞ്ഞു പോകാതെ സംരക്ഷിക്കുന്നത്. കീടാണുക്കളല്ല, നമ്മൾ വന്ന് ചെറിയത് സർപ്പക്കാവിലോട്ടാണ്. സർപ്പക്കാവ് അതിപ്പോൾ ഒരു അമ്പലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇതൊക്കെയുണ്ട്. മാർച്ച് മാസത്തിൽ ഈ കളവെഴുത്തും പാട്ടും നല്ല ഭംഗിയാണ്. നല്ല ഉണ്ട്. ആ വരയ്ക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അത് പ്രകൃതി നിർത്ത കളറുകൾ മാത്രം എടുത്തിട്ട് അവർ വരയ്ക്കുന്ന കാണാനായിട്ട് നല്ല രസമാണ്. പിന്നെ എല്ലായിടത്തും നമ്മൾ സാധാരണ സ്കൂട്ടറൊക്കെ പണിയാൻ വെച്ചിരിക്കുന്ന പോലെ ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നത് വള്ളമാണ്. അവിടെ നോക്കിയാലും കമത്തി വെച്ചിരിക്കുന്ന വള്ളങ്ങളാണ് കാണാനുള്ളത്. ഇവിടെ കൈ കാണിക്കുന്ന 3 പേര് അവിടെ.
ഫിഷ് കയറാൻ വന്നിരിക്കുന്നതാണ്. വെച്ചുകുട്ടാ വീണ്ടും ഗുഹയിലോട്ട് കയറാൻ പോവാണ്. തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഈ പ്രകാശമൊക്കെ പോയി വലിയ ഗുഹയിലോട്ടാണ്. നൈസ് ടു മീറ്റ് യു. അടുപ്പിക്കണോ? സൈഡിലേക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പാമ്പ് ചാടി കയറും. എത്തിക്കൂട്ടാ കയറാൻ മേലടാ മുട്ട. ഇതേ മറിയും ഉള്ള വെള്ളമാണ്. ഉരട്ടിക്കൊണ്ട് പോകും നമ്മൾ. നമ്മൾ ചുമ്മാ അടുപ്പിച്ചേ ഉള്ളൂ. നമുക്ക് അവിടെ വെച്ച് കാണാം. ഒരു ഹായ് തരൂ. തിരിഞ്ഞ് ഇനി കാണിക്കാമെങ്കിൽ ആ ഒരു ഭംഗി വരും. ഇതിന്റെ മോളിൽ ഇത് മാറ്റാതെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. വെള്ളം അങ്ങോട്ടും കൊണ്ട് പോയതല്ല, തടിയുടെ മോളിൽ കയറി. ഞാൻ പറയാൻ എത്ര നേരം എന്നോട് പറഞ്ഞോളാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. ഇപ്പഴാ പറഞ്ഞു വൃത്തികേടായത്. ഇത്ര നേരം കുഴപ്പമില്ലായിരുന്നു. മതി. നമ്മള് കടവിലേക്ക് ഇത് പാർക്ക് ചെയ്യാൻ പോവാണ്. ഇതുവരെ ഇതാണ് സെക്യൂരിറ്റീസ്. പാർക്ക് ചെയ്യാൻ സൈഡൊക്കെ പറഞ്ഞു തരാൻ നിൽക്കുന്ന ആൾക്കാരാണിത്. അതിനൊരു ദിവസം ഇതിനകത്ത് വന്നിട്ടുണ്ട്. കാരണം പറഞ്ഞില്ല സെക്യൂരിറ്റി ഉണ്ടെന്ന് നമുക്ക്. നമ്മൾ വീടെത്തി ആളുടെ മുഖം അല്ല, കുഞ്ഞുവിന്റെ മുഖം.